ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ വീക്കെൻഡിലൊരു ദിവസമാണിത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മരിയമ്മൾക്കുള്ള ദോശയും ഒക്കെ ഉണ്ടാക്കുവാണ്. അവൾക്ക് ആദ്യം തന്നെ ദോശ കൊടുക്കും, അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആൾ സമ്മതിക്കില്ല. അപ്പോൾ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവൾക്ക് പെഗ് ഫീഡ് ഉണ്ടെങ്കിലും നമ്മൾ എല്ലാം തന്നെ ഓറലി കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അവൾ കഴിച്ചില്ലെങ്കിൽ മാത്രമാണ് ഞാൻ പെഗ് കൊടുക്കുകയുള്ളൂ. പരമാവധി അവൾക്ക് നമുക്ക് ഉടച്ചെല്ലാം വാരി കൊടുക്കണം. അവളൊന്നും സ്വയം കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഇപ്പം ഞാനിന്ന് കറിയൊന്നും കൂട്ടിയില്ല, അവൾക്ക് പാലിനകത്താണ് കൊടുത്തത്. കാരണം കറിക്ക് ഇച്ചിരി എരിവ് തോന്നിയതുകൊണ്ട് അവൾക്കത് കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഉടച്ച് പതുക്കെ കൊടുക്കണം. വെള്ളം കുടിക്കാൻ ആൾക്ക് ഭയങ്കര പാടാണ്, മടിയുമാണ്. പിന്നെ അതിങ്ങനെ പുറത്തേക്ക് പോരും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഡ്രിങ്ക്സ്, പാലാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം നമ്മൾ പെഗ് ഫീഡ് വഴി കൊടുക്കണം. അപ്പോൾ പതുക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ആൾക്ക്. കാരണം അവൾ അത്ര വേഗത്തിലൊന്നും കഴിക്കില്ല, പതുക്കെ. പിന്നെ രാവിലെ ആകുമ്പോൾ പ്രത്യേകതയാണ് കഴിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് സമയം എടുക്കും ആൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ മരിയുവിന് നമ്മുടെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഇഷ്ടമാണ് ദോശയും ഇഡ്ഡലിയും എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. ഇവിടുത്തെ സിറിയൽസിനെ അപേക്ഷിച്ച് നമ്മുടെ ഭക്ഷണത്തോടാണ് ആൾക്ക് താല്പര്യം കൂടുതൽ. പക്ഷേ എരിവുണ്ടാവാൻ പാടില്ല. പിന്നെയാണെങ്കിൽ വീക്കെൻഡിലൊന്നും സിറിയൽസ് മാത്രമാണ് അവൾ കൊടുക്കുന്നത്. അത് പെഗ് ത്രൂ ആണ് കൊടുക്കുന്നത്. ഓറലി അവൾ കഴിക്കൽ കുറവാണ്. വീക്ക് ഡേയ്സിൽ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവൾ നേരത്തെ എഴുന്നേൽക്കില്ല. ഏകദേശം 8 മണി ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പം ഞാൻ അത് അടിച്ചൊക്കെ കൊടുത്ത് വേണം വിടാനായിട്ട്. അപ്പോൾ വീക്കെൻഡിലാണ് ആൾക്ക് ഓറലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ. ഞാൻ ദോശ കൊടുക്കുന്ന സമയം കൊണ്ട് പപ്പ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ദോശ ഉണ്ടാക്കുവാണ്. പിന്നെ കടലക്കറി, ഇന്നലത്തെ കടലക്കറിയാണ്, അത് ചൂടാക്കുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞിന് വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി അറ്റൻഷനും കെയറിങ്ങും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ട് തന്നെ എല്ലാം ചെയ്തു തരത്തില്ല. അപ്പോൾ ചേട്ടായി നല്ല ഹെൽപ്പാണ്, എല്ലാം ചെയ്തു തരും. ഇപ്പം ഞാൻ അവൾക്കിതേ ഭക്ഷണത്തിന് മുന്നേ അവൾക്ക് പെഗ് ഫീഡ് കൊടുക്കുകയാണ്. വെള്ളം കുടിക്കാനും പാൽ കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ പെഗ് ഫീഡിനെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതും കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് കുശുമ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ. അവൾ പിച്ചും മാന്തും ഒക്കെ ചെയ്യും കൊടുക്കുന്ന നേരത്ത്. പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാണ് കൊടുക്കുന്നുണ്ട്. പിന്നെ മരിയുവിൻ്റെ തലമുടി കെട്ടി കൊടുക്കുന്നത് ഇന്ന് പപ്പയുടെ ജോലിയാണ്. ഇന്ന് പപ്പയുടെ മോളായിട്ടാണ് ഇരിക്കുന്നത്. പപ്പ ചെയ്യുന്നതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം, എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ. നഖം വെട്ടാനൊക്കെ ആണെങ്കിലും പപ്പയുടെ അടുത്ത് ഇരുന്നോളും. പിന്നെ എനിക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ അതിക്ക് മുന്നേ അതെല്ലാം റെഡിയാക്കാണ്. എയ്തൂനാണ് ഇന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് ടേബിളും പിന്നെ ഡൈനിങ് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് എയ്തൂൻ്റെ പണിയാണ്. അവരുടെ റൂം അവർ വീക്കെൻഡിലാണ് ക്ലീൻ ചെയ്യുന്നത്. അവരെ കൊണ്ട് തന്നെ നമ്മളെല്ലാം ചെയ്യിപ്പിക്കും. റൂം ക്ലീൻ ചെയ്യിപ്പിക്കും, ബാത്റൂം ക്ലീൻ ചെയ്യിപ്പിക്കും എല്ലാം. അപ്പോൾ എയ്തു ഇന്ന് അവൻ്റെ റൂമെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാ വീക്കെൻഡിലും അവർ ചെയ്യുന്നതാണത്. വീക്കെൻഡിൽ മാത്രമാണ് അവർക്കത് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ വീക്കെൻഡിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ റൂം ക്ലീൻ ചെയ്യിപ്പിക്കും. അതിപ്പോൾ ഒരു റുട്ടീനായതുകൊണ്ട് അവർക്ക് മടിയില്ല. ആദ്യമൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് ഭയങ്കര മടിയായിരുന്നു ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പോൾ അവരത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ ജോലികളിലും ഇപ്പോൾ അവരെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവരതുകൊണ്ട് അതെല്ലാം പഠിച്ചു വരുന്നുണ്ട്. ആദ്യമൊക്കെ അത്ര വലിയ ക്ലീനൊന്നും ആവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ക്ലീനായി തുടങ്ങിയിട്ടുണ്ട്. കെയിനാണെങ്കിൽ ഇതേ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് അവർ ടേൺ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇന്ന് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൾ നാളെ റൂം ക്ലീൻ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ കെയിന് ഇച്ചിരി മടിയാണ് ഇത് വീഡിയോൻ്റെയൊക്കെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇച്ചിരി മടിച്ചാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ ബാത്റൂമൊന്നും ആദ്യം ക്ലീൻ ചെയ്തപ്പോൾ പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്നുകൂടിയും ക്ലീൻ ചെയ്യും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അവരെ കൊണ്ട് തന്നെ ആദ്യത്തെ ക്ലീനിങ് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും.
പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ അവരെയും കൊണ്ട് പിള്ളേരെയും കൊണ്ട് അവരുടെ യൂണിഫോം വാങ്ങിക്കാൻ പോവാണ്. കാരണം ഞങ്ങൾ ജൂലൈ ഓഗസ്റ്റിൽ ഞങ്ങൾ ഹോളിഡേ പോകുന്ന കാരണം കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. നമ്മൾ നേരത്തെ യൂണിഫോമിന് ഓർഡർ കൊടുത്താൽ മാത്രമാണ് നമുക്ക് യൂണിഫോമൊക്കെ കിട്ടുള്ളൂ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യൂണിഫോം വാങ്ങിക്കാൻ പോകണം. ലാസ്റ്റ് ഇയറിൽ വാങ്ങിച്ച യൂണിഫോം കുഴപ്പമില്ല, പക്ഷേ എന്നാലും നമുക്കത് വേണം വേറെ. മരിയുവിന് ഏറ്റവും ഇഷ്ടമാണ് ട്രാംബലിനിൽ ജമ്പ് ചെയ്യാനായിട്ട്. അത് തന്നെ ജമ്പ് ചെയ്യാൻ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര മടിയാണ്. അവൾക്ക് എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് വേണം. അത് വലിയേട്ടനാണെങ്കിൽ അവൾക്ക് കൂടുതലിഷ്ടം. ഏതുവിൻ്റെ കൂടെ കളിക്കാനാണ് കൂടുതലിഷ്ടം. പൊന്നു ആണെങ്കിൽ അവർ ടോം ആൻഡ് ജെറിയുടെ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പൊന്നു ഒന്ന് മാന്തും, അവൾ തിരിച്ച് രണ്ടടിക്കും. പക്ഷേ ഏതുവിന് ഭയങ്കര ക്ഷമയാണ്. അവൻ കൊച്ചിൻ്റെ കൂടെ അവളുടെ ഇഷ്ടത്തിന് അവളുടെ കൂടെ കളിക്കാനാണ് അവന് കൂടുതലിഷ്ടം. അവൻ അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചോളും. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്.